ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യു വാച്ചിങ് കാവ്യ ടോക്കീസ്. അങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇപ്പം നാട്ടിൽ വരും അടുത്ത മാസം നാട്ടിൽ വരും എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് ഓൾ വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്തിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. പക്ഷേ ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിൽ എല്ലാവരും കണ്ടു കാണും, എല്ലാവർക്കും അറിയാം. ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാവരും കൂടി യുദ്ധം നടത്തി നമ്മളിവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഞങ്ങളിപ്പോൾ സൗദിയിലാണുള്ളത്. അപ്പം ഇവിടുന്നും ടിക്കറ്റ് എല്ലാം ക്യാൻസലായി. ഞങ്ങൾ മാർച്ച് 12 നാട്ടിലെത്താനായിട്ട് ഈ വാറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ടിക്കറ്റ് ക്യാൻസലായി. പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യയാണ് കേട്ടോ നമ്മളെടുത്തത്. ദമാം ടു ട്രിവാൻഡ്രം ആയിരുന്നു, അത് ക്യാൻസലായി. ഇനിയിപ്പോൾ റീഷെഡ്യൂൾ ചെയ്യാൻ, പക്ഷേ ദമാം എയർപോർട്ട് ഓപ്പൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് റിയാദും ജിദ്ദയൊക്കെ ഉണ്ട്. ബട്ട് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 5 hours ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു റിയാദിലേക്ക്. അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ എയർപോർട്ടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴത്തെ റേറ്റ് വളരെ കൂടുതലാണ്. ഫ്ലൈറ്റ് ചാർജസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതൊന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. കൊച്ചിയിലോ കാലിക്കറ്റിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ഇറങ്ങേണ്ടി വരും. എവിടെയൊക്കെയോ ലേ ഓവർ ഉണ്ട്. മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുവാണ്. ആൻഡ് ടിക്കറ്റ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. എനിവേ എൻ്റെ വിസ കുറച്ചും കൂടെ നമുക്കൊന്ന് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനത്തിൽ നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇനി എപ്പോഴാണോ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നാട്ടിലെത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ വാറിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ മിസൈലൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 5 months ആയി. അപ്പോൾ രാത്രി ഉറക്കം കുറവാണ്. രാത്രി ഒരു 12 മണിക്കൊക്കെ ഞാനിങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കും. കണ്ണും തുറന്നല്ല, ഞാനിങ്ങനെ ഉറക്കം വരത്തില്ല. അപ്പം 1 മണി 2 മണി ഒരു 3, 3:30, 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്. പിന്നെ ഒരു 10 മണി വരെ കിടന്ന് ഉറങ്ങും. പക്ഷേ ഈ പുലർച്ചെയാണല്ലോ ഈ ഡ്രോൺ എല്ലാം പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഈ ഡ്രോൺ പോകുന്നത്, മിസൈലുകൾ പോകുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ഇതൊക്കെ വേറെ എവിടെയോ പോയിട്ടാണ് കേട്ടോ വീഴുന്നത്. ഇവിടെ ഒന്നും ആരും വീഴ്ത്തുന്നില്ല ദൈവഭാഗ്യം കൊണ്ട്. ഇത് സൗദി കുറച്ചുകൂടെ വലിയ രാജ്യമായതുകൊണ്ട് തന്നെ സൗദിയിൽ ഈ ഏതൊക്കെയോ എണ്ണപ്പാടങ്ങളിലും പ്ലാന്റുകളിലും ഒക്കെയാണ്, രാംകോയുടെയൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഈ മിസൈല് ഇടുന്നത്. ഒന്നും പക്ഷെ താഴെ വീഴുന്നില്ലെന്നാണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം പറയുന്നത്. എല്ലാ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ന്യൂസ് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്തുള്ള മറ്റു രാജ്യമാണ് ബഹ്റിൻ. ബഹ്റിനിൽ അവസ്ഥ കുറച്ചും കൂടി മോശമാണ്. മോശം ഇൻ ദ സെൻസ്, നമ്മൾ ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലും ഫ്ലാറ്റുകളിലൊക്കെ മിസൈല് വീഴുന്നുണ്ട്, തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കുറച്ച് നമ്മൾ പേടിച്ചിരിക്കണം. കാരണം ഇത് പൊട്ടുന്ന സൗണ്ട് പോലും കേട്ട് പേടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ പൊട്ടുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. മിസൈല് പോകുന്നത് കാണാം ആൻഡ് കേൾക്കാം, അത്രേ ഉള്ളൂ. നാട്ടിലുള്ളവരൊന്നും പേടിക്കണ്ട. ഒരുപാട് പേര് മെസ്സേജ് സേഫ് ആണോ, ഇനി അവിടെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ച എല്ലാവരോടും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് തരാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത വീഡിയോ ഞാൻ നാട്ടിൽ പോകുന്നതായിരിക്കും. പക്ഷേ നാട്ടിൽ ഇതുവരെ എത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാം. നാട്ടിൽ പോയിട്ട് വെറുതെ സോഫയിൽ ദിവാങ്കോട്ടിലൊക്കെ ഇരുന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ ഇരിക്കണം എന്ന് വിചാരിച്ച് മോഹിച്ച് ഇപ്പം ഓൾറെഡി എന്നെ നാട്ടിലെത്തേണ്ടത് ഞാനാണ്. പക്ഷെ എന്നെയല്ല, 12 ഇപ്പോൾ ഇത് 15 മുപ്പത്രായി 17 18 പക്ഷെ അവിടെ എത്താൻ പറ്റിയില്ല. അതിൽ ചെറിയ വിഷമം ഉണ്ട്. സാരമില്ല, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നമുക്ക് ഉടനെ നാട്ടിലെത്തുന്നതായിരിക്കും. പിന്നെ ബൈ ദ വേ നമ്മൾ കുക്കിംഗ് ആണ്. നമ്മൾ ഇന്ന് ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മപ്പാസിൻ്റെ കുഞ്ഞൊരു ഷോർട്സ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. മിക്കവർക്കും അറിയായിരിക്കും ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ ഭയങ്കര എനിക്ക് ഇന്നലെ ഇങ്ങനെ
തോന്നി. ചില സാധനങ്ങൾ ഇങ്ങനെ തിന്നണം എന്ന് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്നണം എന്ന് എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് അപ്പവും ചിക്കൻ മപ്പാസും കഴിക്കണം എന്ന് തോന്നി. സോ അപ്പത്തിൻ്റെ മാവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മപ്പാസ് നമുക്ക് ഉണ്ടാക്കാം. നൈറ്റ് കഴിക്കാനാണ് കേട്ടോ ചിക്കൻ മപ്പാസ്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ ഇപ്പം ടൈം ഒരു ഉച്ച ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ല 12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ മപ്പാസിന് നമുക്ക് നോർമൽ ചിക്കൻ കറിയും ചിക്കൻ മപ്പാസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മെയിൻലി നമ്മളിതിൽ മുളക് പൊടി ഇടില്ല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ, ഇത്രയും സാധനം ഇട്ടാൽ മതി. മുളക് പൊടി ഇല്ല. അപ്പൊ എരിവുള്ള സാധനമല്ല. നമ്മൾ നോർമലി എപ്പോഴും നമ്മൾ എരിവുള്ള ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മനസ്സിലായില്ല, കുറുമ പോലത്തെ അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള സംഭവമാണ് ഈ ചിക്കൻ മപ്പാസ് എന്ന് പറയുന്നത്. ആരാണ് ഈ പേരിട്ടത് എന്ന് എനിക്കറിയില്ല. ഞാനും ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ആൺകുട്ടികൾ കുറെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ആമ്പിള്ളാരെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുക്കിംഗ് ഒരിക്കലും പെൺകുട്ടികളുടെ മറ്റും ജോലി അല്ലല്ലോ. അപ്പൊ അവര് ചെയ്യുന്ന കാണുമ്പോൾ അത് രസമാണ് അത് കാണാൻ. അപ്പൊ അങ്ങനെ അങ്ങനെ ആരോ ചെയ്ത വീഡിയോ ആണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് റെസിപ്പി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ഷോർട്സ് ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി എല്ലാ സ്റ്റെപ്പും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ മുളക് പൊടി ഇല്ല. ആൻഡ് വേറൊരു ഡിഫറൻസ് ഉള്ളത്, നമ്മൾ ഇതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പൊ തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ 1-ാം പാലും, ഇതിപ്പം ഒഴിച്ചു വെച്ചിട്ട് കുറച്ചായതുകൊണ്ട് ഇങ്ങനെ ആയത് കേട്ടോ. നല്ല കുറുകിയ 1-ാം പാലും 2-ാം പാല് കുറച്ച് അധികം ഉണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നുള്ളത് പിന്നെ എല്ലാം നോർമൽ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ സ്റ്റെപ്പാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഇതെന്താണ്, സവാളയും പച്ചമുളകും, ഒരു 4 പച്ചമുളക് കൊണ്ട് ഒരു വലിയ സവാളയായിരുന്നു. സോ 2 സവാളയും കൂടി എടുത്തിട്ട് നമ്മൾ വഴറ്റാൻ പോവാണ്. അത് അത്യാവശ്യം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് ഞാൻ ഒരു ഫുൾ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. സോ നമുക്ക് ആദ്യം സ്റ്റൗ ഓൺ ആക്കാം. അപ്പോൾ ഉള്ളി വഴഞ്ചോണ്ടിരിക്കുകയാണ്. ഉള്ളിയല്ല, സവാള. ഉള്ളിയാണല്ലോ സവാള. നമുക്കിതിനകത്ത് വേണമെങ്കിൽ ചെറിയ ഉള്ളി മീൻസ് ചുമന്നുള്ളി ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ സവാള മാത്രമേ ഇട്ടുള്ളൂ. വലിയ സവാളയാണ്, അതുകൊണ്ടാണ് ഇത്രയും ഡുമുക്ക് പീസായിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ സവാള നാട്ടിലും നമുക്ക് സവാള കിട്ടുമായിരിക്കുമല്ലോ. കുറച്ച് വലുതായിരുന്നു, ചെറുതുണ്ട് വലുതുണ്ട്. ഇനി നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടെ പേസ്റ്റ് ആക്കണം. അത് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുക, അല്ല തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ പ്രഗ്നൻസി ജേർണി എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. നമുക്ക് 5 months ആയിട്ടുണ്ട്. 5 monthsന്റെ സ്കാനിങ് ഇനിയുണ്ട്. നാട്ടിൽ പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അനോമലി സ്കാൻ എന്ന് പറഞ്ഞിട്ട് 5th month നമുക്കറിയാം ഒരു സ്കാൻ ഉണ്ട്. അപ്പോൾ ആ സ്കാന് നമുക്ക് നാട്ടിൽ പോയിട്ട് ചെയ്യാലോ. 18 weeks തൊട്ട് ഐ തിങ്ക് ഒരു 20, 18, 19, 20, 21 or 22 weeks വരെയാണ് നമ്മുടെ 5th month എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്ക് 19 weeks ആയി. എനിക്ക് നെക്സ്റ്റ് വീക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്കാൻ ചെയ്യാം. നമ്മളിവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അനോമലി ചെയ്യണം. പിന്നെ മേ ബി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതുവരെ എനിക്ക് ഇഞ്ചക്ഷൻ കുറച്ച് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വാക്സിനേഷൻ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വാക്സിൻ എടുക്കില്ല. നാട്ടിൽ വാക്സിൻ ഉണ്ടല്ലോ, നമുക്കറിയാലോ. നാട്ടിൽ മൂന്ന് വാക്സിൻ എന്തോ ഉണ്ട്. 3rd month, 5th month, പിന്നെ 7th month അങ്ങാണ്ട് വാക്സിനേഷൻ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്തില്ല, നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ല. ആപ്പാടെ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അത് മാത്രമാണ് എനിക്ക് ചെയ്ത ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ഇതുവരെ ആദ്യമായിട്ട് ചെയ്തത്. പിന്നീട് ഇനിയിപ്പോൾ 5th month എനിക്ക് തോന്നുന്നു ബ്ലഡ് എല്ലാം വീണ്ടും ചെക്ക് ചെയ്യും. ഷുഗർ,
കൊളസ്ട്രോൾ അത് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. പിന്നെ അനോമലി സ്കാൻ മെയിനായിട്ട് അതാണ് ഒരു ഡീറ്റെയിൽഡ് സ്കാനാണ്. ഒരു 30 minutes ഒക്കെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുൾ നമ്മുടെ ബേബിയുടെ ഓൾ ബോഡി പാർട്സ്, കൈ കാല്, അങ്ങനെ എല്ലാ ഓർഗൻസൊക്കെ എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു അനാട്ടമി തോന്നുന്നു അല്ലേ, അനോമലി ആയിരുന്നു സ്കാനാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അത് നമുക്കൊരു 20 to 22 വീക്സിനുള്ളിൽ ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും. സോ വേണമെങ്കിൽ നമുക്ക് അതും അറിയാം. ബട്ട് സർപ്രൈസ് ആയിരിക്കും കേട്ടോ. ദെൻ അപ്പം അങ്ങനെയൊക്കെയാണ് പ്രഗ്നൻസിയുടെ ഒരു കാര്യം. വേറെ ടച്ച് വുഡ് പ്രശ്നങ്ങളൊന്നുമില്ല. ടച്ച് വുഡ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി നമുക്ക് സ്കാനും കൂടെ ആകുമ്പോഴത്തേനും ഓക്കെ ആയിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. 5th month നമുക്ക് 4th, 5th, 6th month ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പ്രശ്നമില്ലാത്ത ഒരു മാസങ്ങളാണ് പൊതുവെ എല്ലാവർക്കും. 8th, 7 തൊട്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലൈറ്റിലൊന്നും 7 month തൊട്ട് അങ്ങോട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. സോ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സവാളയിലേക്ക് ഇടാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു തക്കാളി മതി. അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് നീളത്തിലരിയാം, അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിയാം. തക്കാളി കൂടി ഇതിലൂടെ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ തക്കാളി അതിനകത്ത് ആഡ് ചെയ്തു. ഇനി തക്കാളി നമ്മൾ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക സെറ്റ് ആവണം. സോ നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, തക്കാളി കുറച്ചൊന്ന് വെന്ത് അതിനകത്ത് ഉടയണം. സോ നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടി ഐറ്റംസ് നമുക്ക് ചുമ്മാ ഒരു ഇതിനകത്തോട്ട് മാറ്റാം. നിങ്ങളെ എനിക്ക് കാണിക്കുകയും ചെയ്യാം. നമുക്ക് ഇതിനകത്ത് മല്ലിപ്പൊടി ആവശ്യമാണ്. സോ ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു മുളക് പൊടി നമ്മൾ ഇതിൽ ഇടില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നാടൻമഞ്ഞളാണ്. ഇപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. കുരുമുളക് പൊടിയും ഒരു 1/2, നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തോളൂ. ഒരു 3/4 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാലയാണ്. ഗരം മസാല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗരം മസാലയൊക്കെ തീർന്നു. സോ നമ്മൾ പാക്കറ്റ് ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഗരം മസാലയും ഒരു 1/4 ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ മസാല വരുന്നത്. ഇനി ഈ മസാല നമ്മൾ അതിനകത്ത് തട്ടുന്നു. ചിക്കൻ ഒരു ചിക്കനാണ് കേട്ടോ. ഒരു ഫുൾ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്ക് അതിനകത്തോട്ട് ഇടാം. ദെൻ അതിൻ്റെ ഒരു സ്മെല്ല് വരും. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. സോ നമുക്ക് മസാല ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 2ാം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലാണ്. അതിൻ്റെ 2ാം പാലാണ് ഒഴിക്കുന്നത്. ചിക്കൻ മപ്പാസ് ഏകദേശം തയ്യാറായില്ല. ഇനി ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ നമ്മളിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്ന 2ാം പാലാണ്. 2ാം പാൽ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ പാലായിരിക്കും. നമ്മൾ തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന ആദ്യത്തെ കട്ടിയുള്ള പാലാണ് 1ാം പാൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇൻ കേസ് ബിഗിനേഴ്സ്, എനിക്കൊക്കെ ഇത് ആദ്യം ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചു. നോർമലി നമ്മൾ ചിക്കൻ വേവിക്കുന്നത് പോലെ ഒരു 20-25 മിനിറ്റ്സ് ചിക്കൻ നന്നായിട്ട് ഇരുന്ന് വെന്ത് സെറ്റായി വരട്ടെ, നല്ല കുറുകി വരും. അപ്പൊ നമുക്ക് 1ാം പാലൂടെ ഒഴിക്കാം. 1ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒരുപാടിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നല്ല കുറുകി വറ്റി വരുമ്പോൾ നമുക്ക് 1ാം പാലൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് താളിക്കാം. ഇത് നമുക്ക് നെയ്യ് ഒഴിച്ച് താളിക്കാം, അല്ലെങ്കിൽ നെയ്യില്ല, ഇവിടെ നെയ്യില്ലാത്തത് കൊണ്ട് ഞാൻ എണ്ണയിൽ താളിക്കുവാണ്. താളിക്കുമ്പോൾ നമുക്ക്
അറിയാലോ, കടുകും വറ്റൽമുളകും വേണേ കറിവേപ്പില ഇടാം. അങ്ങനെ താളിക്കാൻ ഒരു താളിച്ചും കൂടെ ഒഴിച്ചാൽ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി. സോ ഗായ്സ്, ആഫ്റ്റർ 20-25 മിനിറ്റ്സ് നമ്മളുടെ ചിക്കൻ മപ്പാസ് നല്ല കുറുകി വന്നിട്ടുണ്ട്. സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി, നമുക്കിത് താളിക്കണം. ഇവിടെ നമ്മൾ കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ വീണ്ടും ഗ്രേവി കൂടി പോകാതിരിക്കാൻ ഞാനതൊന്ന് തുറന്ന് വെച്ചൊന്ന് വെള്ളം അതിനകത്തുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ ഒന്നാം പാൽ ഇവിടെ റെഡിയാണ്. ഐ തിങ്ക് ഇത്രയും ഒന്നാം പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കിവിടെ താളിക്കാനുള്ള പരിപാടി നൈസായിട്ട് ഇവിടെ ചെയ്യാം. നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യാണ് നല്ലത് കേട്ടോ. നെയ്ക്കാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുക. ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നമുക്ക് വേണം ബേസിക്കലി, ബിക്കോസ് നമ്മൾ അപ്പമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഗ്രേവി വേണമല്ലോ. ആൻഡ് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് വറ്റൽ മുളക് പൊട്ടി വറ്റൽ മുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ടേ. സോ ചിക്കൻ മപ്പാസിലേക്ക് നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൂടി ഒന്നാം പാൽ ആഡ് ചെയ്യാം. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ വീഡിയോ ഇന്നത്തേത്. സോ അതൊക്കെയാണ് നമ്മളുടെ സൗദിയിലെ മറ്റു വിശേഷങ്ങൾ. ഇനി ചിക്കൻ മപ്പാസും കൂട്ടി നൈറ്റ് നമ്മൾ അപ്പം കഴിക്കുന്നതാണ് ആദ്യം വന്നതിന് ശേഷം. അപ്പം ചിക്കൻ മപ്പാസ് അവിടെ ഇരിക്കട്ടെ, ഒരു സെറ്റ് ആവട്ടെ. കുറച്ച് ടൈം കഴിഞ്ഞ് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു വികാരം അല്ലേ. അപ്പോൾ പിന്നെന്താ വിശേഷം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പം എന്ന് നാട്ടിലെത്തും, എങ്ങനെ എത്തും, എപ്പോൾ എത്തും ഒന്നും അറിയില്ല. ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എല്ലാം സമാധാനമാണല്ലോ ഏറ്റവും വലുത് അല്ലേ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമാധാനമാണ് നമുക്ക് ലൈഫിൽ വേണ്ടുന്നത്. ആ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പോലെ പേടിച്ച് ജീവിക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പം ഇനി നാട്ടിൽ എത്തുന്ന വീഡിയോ ആയിരിക്കാം ഹോപ്പ്ഫുള്ളി. നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. അത്ര ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത്ര ഈസി ആയിട്ടായിരിക്കില്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. സോ എനിവേ, എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തുന്ന ആ ഒരു വ്ളോഗ് ആയിരിക്കും മേ ബി ഇനി വരാൻ പോകുന്നത്. സോ അതുവരേക്കും ബൈ.